നമസ്കാരം. വീണ്ടും മണി പിച്ച് മലയാളം യൂട്യൂബ് ചാനൽ വഴി നിങ്ങളൊക്കെ കാണുന്നതിൽ എനിക്ക് വളരെ സന്തോഷം. ഇന്ന് സിംഗപ്പൂരിലിരിക്കുന്നു. ഇന്ന് ഇന്ത്യ ടൈം 3:30 മണിക്ക് ശേഷം റെക്കോർഡ് ചെയ്യണ കാരണം ഇന്ന് ഫുള്ളായിട്ട് മാർക്കറ്റിനെ കാണാൻ പറ്റി. മാർക്കറ്റ് 120 പോയിന്റ് മുകളിൽ പോയി. അവിടെ നിന്ന് താഴെ വന്ന് 32 പോയിന്റ് പ്ലസിൽ തീർന്നു. 2-3 ദിവസം കൊണ്ട് ഇങ്ങനെ തന്നെ ഇരിക്കുന്നു. ഇത് കാരണം മാർക്കറ്റ് വളരെ വീക്കായിരിക്കുന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. നമ്മൾ എന്ത് ഗിഫ്റ്റ് കൊടുത്താലും മാർക്കറ്റ് കയറുന്നില്ല. അങ്ങനെയെന്ന് വെച്ചാൽ മാർക്കറ്റ് വളരെ ഹൈ ആയിരിക്കുന്നു എന്നാണ് അർത്ഥം. ഇതുവരേക്കും FIA 12,500 കോടി വിറ്റിരിക്കുന്നു. ഹാപ്പി ആയിട്ട് $1.5 ബില്യൺ എടുത്ത് മൽഹോത്ര താങ്ക്സ് സാർ, ഇന്നും കുറച്ചിങ്ങനെ വിറ്റോ, ഞാൻ കാശിന് എടുത്തുകൊണ്ട് പൊയ്ക്കൊണ്ടേയിരിക്കും അങ്ങനെയെന്ന് പറഞ്ഞിരിക്കുന്നു. മാർക്കറ്റ് ഇങ്ങനെ വീക്ക് ആയിരിക്കുന്ന സമയം നമ്മൾ സ്വർണം വന്നിട്ട് മുകളിൽ കയറിക്കൊണ്ടേ ഇരിക്കുന്നു. ഇന്ന് ഈവനിങ് നോക്കുമ്പോൾ 10,060 ഇരിക്കുന്നു. ഇതിൻ്റെ ഒപ്പം GST ആൻഡ് സ്റ്റാമ്പിംഗ് ചാർജും ഉണ്ട്. നമ്മൾ വച്ചിരുന്ന ആ ബോർഡർ ലൈന് കംഫർട്ടബിളായിട്ട് തീർത്തു. 4 ദിവസം കൊണ്ട് ഈ റേറ്റിൽ നിൽക്കുന്നു, സ്റ്റഡി ആയിട്ട് ഇരിക്കുന്നു. 24 ക്യാരറ്റ് ഗോൾഡ് 10,700 അടുത്തിരിക്കുന്നു, ഗില്ലി പോലെ ഇരിക്കുന്നു. ഇന്നും ചോദിക്കുന്നു, ഇനി വാങ്ങാമാന്ന് ചോദിക്കുന്നു. സിംഗപ്പൂരിൽ എന്നെ ആര് നോക്കിയാലും താങ്ക്സ് എന്ന് പറയുന്നു. ഇതെന്ന് വെച്ചാൽ ഗോൾഡ് കോൾ കൊടുത്തതിനാണ്. ഇനി എല്ലാവർക്കും നന്ദി. ഇപ്പോൾ എന്തെങ്കിലും വാങ്ങാമാന്ന് ചോദിക്കുന്നു. എല്ലാവർക്കും പറയണത് എന്തെന്ന് വെച്ചാൽ, നിങ്ങളുടെ അടുത്ത് ഗോൾഡ് ഇല്ലെങ്കിൽ വാങ്ങാം, ഇല്ലെങ്കിൽ ഇരിക്കുന്നതിനെ വെച്ച് സന്തോഷപ്പെട്. ടിഫൻ കോഫി റേഞ്ചിൽ ഗോൾഡിന് നോക്കിയാൽ മതി. എന്തെന്ന് വെച്ചാൽ സ്വർണം എന്താകുമെന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. ഇത് കാരണം സ്വർണം ഇറങ്ങാൻ പോകുന്നു ആനന്ദ് ശ്രീനിവാസൻ പറഞ്ഞു എന്ന് ആരും പറയണ്ട, വിചാരിക്കാൻ വേണ്ട. ദർ ഇസ് നോ ഇൻഡിക്കേഷൻ ഗോൾഡ് ഇസ് കറപ്റ്റിംഗ്. എന്തെങ്കിലും പ്രോഫിറ്റ് ടേക്കിംഗ് അങ്ങനെയെന്ന് വളരെ ലോങ് ആയിരിക്കുന്നു. അവരൊക്കെ വിറ്റാൽ തന്നെ ഒരു 100-200 രൂപ കുറയും. അങ്ങനെ കുറഞ്ഞില്ല എന്ന് വെച്ചോ, അങ്ങനെ റോക്കറ്റിൽ പൊയ്ക്കൊണ്ടേയിരിക്കും. സെപ്റ്റംബർ മാസം 16-17 അന്ന് എത്കട്ട് നിശ്ചയമാണ്. അതന്നെ മാർക്കറ്റ് തന്നെ ഗില്ലി പോലെ 5% കയറിയിരിക്കുന്നു. അതോടെ US എക്കോണമി ഇറങ്ങണ്ടേ ഇരിക്കുന്നു എന്ന് എല്ലാവരും പറഞ്ഞിരിക്കുന്നു. AI ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് കാരണം തന്നെ മാർക്കറ്റ് നിൽക്കുന്നു. ഇത് ഒരുപാട് ദിവസം നിൽക്കാൻ പറ്റത്തില്ല. അതും കറപ്റ്റ് ആകും എന്ന് പറയുന്നു. അതും നമുക്കൊരു നെഗറ്റീവ് ന്യൂസായിട്ടാണ് പെടുന്നു. ഇനിയും ഇരിക്കുന്ന 3 മീറ്റിങ്ങിൽ ഇനി ഒരു 2 പ്രാവശ്യം കട്ട് ചെയ്തുവെങ്കിൽ ഇന്നും സ്വർണം കയറിക്കൊണ്ടേ പോകും. പക്ഷെ ഞാൻ എന്ത് വിചാരിക്കുന്നത് വെച്ചാൽ ഒരു 15% കയറാം. 8,500-ൽ 15% പറഞ്ഞായിരുന്നു. ആ 15% താണ്ടിപ്പോയി. 11,500-ൽ ഞാൻ തിരികെ ഒരു 15% പറഞ്ഞു. അത് 5% തീർന്നുപോയി. എൻ്റെ കണക്ക് ഇന്ന് ഇങ്ങനെ ഇരിക്കുന്നത് നോക്കിയാൽ 1,500 to 12,000 വരയ്ക്കും പോകും. എന്നിട്ടായിട്ട് 24 ക്യാരറ്റ് 11,750, 11,800 പോവും. 2 ക്യാരറ്റ് 11,000 അടുത്ത് പോകും, അൺലെസ് എല്ലാവരും സഡനായി കെട്ടിപ്പിടിച്ച് വൈദ്യം നോക്കിയെങ്കിൽ. പക്ഷേ ഈ സമയം കത്തിപ്പിടി വൈദ്യം വളരെ ഇമ്പോസിബിൾ ആയിട്ടാണ് ഇരിക്കുന്നു. എന്ന് വെച്ചാൽ ഇന്നലെ തന്നെ മാക്സിമം ഉക്രൈനിൽ എത്രയും ഗുണ്ടിടാൻ പറ്റുമോ അത്രയും ഗുണ്ടിട്ട് ട്രംപിൻ്റെ അടുത്ത് വന്ന്, നീ എനിക്ക് റെഡ് കാർപ്പറ്റ് കൊടുത്താലും ഞാൻ ഗുണ്ടിട്ടുകൊണ്ടേ ഇരിക്കും എന്ന് പറഞ്ഞു. ട്രംപ് ഇട്ടാക്കോ, നിന്നെ കൊണ്ട് പറ്റിയെങ്കിൽ എന്ത് വേണമെങ്കിലും ചെയ്തോ, ചുമ്മാ സംസാരിച്ചുകൊണ്ടിരിക്കാതെ എന്ന് ബ്യൂട്ടിൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അതുമല്ലാതെ ജിൻപിങ്ങിൻ്റെ മടിയിലാണ് ഞാൻ കയറി ഇരിക്കുന്നു ട്രംപ് എന്നും പറഞ്ഞിട്ടുണ്ട്. കാരണം നീ ഒന്നും ആവശ്യമില്ല, നീ പോടാ ട്രംപ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അംബാനി വിചാരിച്ച് വാങ്ങിക്കൊണ്ടേ ഇരിക്കും. ഇത് കാരണം എനിക്കൊന്നും പേടിയൊന്നുമില്ല, അതുമല്ലാതെ ഒരു വിഷമവുമില്ല. ട്രംപ് ഞാൻ ഷാൻഷനെ തൂക്കും, ഷാൻഷൻ ഇടും എന്ന് പറഞ്ഞ ടാക്കോ ട്രംപായിരിക്കുന്നു. ടാക്കോ ട്രംപ് എന്ന് പറഞ്ഞാൽ ട്രംപ് ആൾവേസ് ചിക്കൻസ് ഔട്ട്. ഇത് കാരണം ട്രംപ് വന്നിട്ട് വളരെ കഷ്ടത്തിലിരിക്കുന്നു. ട്രംപ് ചുമ്മാ സൗണ്ട് തന്നെ വിടും, ഇന്ത്യ പോലത്തെ നാടിനെ തന്നെ അടിക്കും, വേറെ ഒന്നും ചെയ്യത്തില്ല എന്നൊരു ബിലീഫ് വന്നു. ഇതെല്ലാം സ്വർണത്തിന് ഫേവറബിളായിട്ടിരിക്കുന്നു. ഇത് കാരണം സ്വർണം വളരെ സൂപ്പറായിട്ടിരിക്കുന്നു. ബി റിച്ച് വീഡിയോൻ്റെ ലിങ്കിന് താഴെ ഇടാൻ പറയുന്നു, ഡീറ്റെയിൽഡ് അതിൽ സംസാരിച്ചിട്ടുണ്ട്. അണിയനെ ഫോളോ ചെയ്യുന്നവർക്കൊക്കെ വളരെ നല്ല ന്യൂസാണ്. ഇതെന്ന് വെച്ചാൽ സ്വിറ്റ്സർലാൻഡിൽ നെസ്ലയിൽ 2 ബോസിനെ മാറ്റി. ആദ്യത്തെ ബോസ് പെർഫോമൻസ് ശരിയല്ല എന്നൊരു പണിഷ്മെൻറ്റ് പറഞ്ഞായിരുന്നു. അടുത്ത ബോസ് വന്നിട്ട് ഒരു ഇലസിറ്റ് അഫയർ, ഒരു കള്ളക്കഥൽ ചെയ്തു എന്ന് ബോർഡ് പിടിച്ചു. ഇല്ലാന്ന് പറഞ്ഞു. പിന്നെ എവിഡൻ്റോടെ CFO പിടിച്ചു കൊടുത്ത കാരണം അവരെയും ആ സ്ഥലത്തിൽ നിന്ന് എടുത്തു. 26 ഫ്രാങ്ക് ഇരുന്ന സ്റ്റോക്ക് ഇന്ന് 70 ഫ്രാങ്ക് വന്നു. അവിടെ ഹോക്കി എടുക്കേണ്ട സമയം വന്നു. ഇതൊച്ചാൽ ഇത് കാരണം നെസ്ലെ പ്രോഡക്റ്റിനൊന്നും ആകത്തില്ല. കാരണം ഹോക്കി എടുക്കാം എന്ന് നമ്മൾ ഡിസൈഡ് ചെയ്തു. ഇന്ത്യയിൽ ഹോക്കി എടുത്താൽ നമുക്ക് നഷ്ടം 77 ടൈംസ് ഏർണിങ്സ്. പക്ഷേ സാർ പറഞ്ഞു, അത് കാരണം നെസ്ലെ ഹോക്കി തൂക്കി ഇവിടെ തൂക്കാതെ ഹാപ്പി ആയിട്ട് OTC മാർക്കറ്റിൽ ഹാപ്പി ആയിട്ട് നിങ്ങൾ നെസ്ലെ അടിക്കാം. ഇത് വന്നിട്ട് സോൾട്ട് വാട്ടർ സ്കാൻഡൽ അല്ലെങ്കിൽ സാലഡ് ഓയിൽ സ്കാൻഡൽ എന്ന്
ബഫറ്റ് അമേരിക്ക എക്സ്പ്രസ് ചെയ്തതുപോലെ ഒരു ചാൻസാണ്. ചാൻസിനെ ഇവിടെ യൂസ് ചെയ്യണം. ഇന്ന് എന്തെന്ന് പറഞ്ഞാൽ ആട്ടോ എല്ലാം വന്നിട്ട് GSTനെ കട്ട് ചെയ്തു. GST ഒക്കെ 22-ാം തീയതി കട്ടാവട്ടും. ഇപ്പോൾ വന്നിട്ട് വാങ്ങുമെന്ന് പറഞ്ഞ് എല്ലാവരും കട്ട് ചെയ്തു. ടാറ്റ മോട്ടോഴ്സ് കാർ മാത്രം കട്ട് ചെയ്തില്ല. ഈ ബസ്സിൽ നിന്നൊക്കെ കട്ട് ചെയ്തു. 60,000 രൂപയിലിരുന്ന് 4,25,000 രൂപ വരയ്ക്ക് കട്ട് ചെയ്തിട്ടുണ്ട്. മഹേന്ദ്രയും കട്ട് ചെയ്തു, ഹുണ്ടയും കട്ട് ചെയ്തു. ആരുടെയും പെട്ടെന്ന് കട്ട് ചെയ്യും. ഇത് കാരണം ക്യൂ ആയിട്ട് ജനങ്ങൾ പോയി നിന്ന് സുമാൽ കാർ വാങ്ങണോ എന്ന് നമ്മൾ നോക്കാം. കൺസിസ്റ്റൻ്റ് ആയിട്ട് സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ ഒരു മാസം 20% പോയ വർഷത്തിനെക്കാട്ടിലും സെയിൽസ് വന്നിരുന്നാൽ ഇത് വർക്കൗട്ടായി. അനീമിക് സിംഗിൾ ഡിജിറ്റ് നമ്പർ എന്ന് വെച്ചാൽ മാർക്കറ്റിൽ വലിയ എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇന്ന് നമ്മുടെ മെറ്റൽ സ്റ്റോക്കും കയറിയിരിക്കുന്നു. ആരൊക്കെ ടാറ്റ സ്റ്റീൽ വച്ചിരിക്കുന്നു അവർക്കൊക്കെ വളരെ കൊണ്ടാട്ടമാണ്. സോ ഇത് തന്നെ ന്യൂസ്. ഈ 2 സെക്ടർ കയറിയിരിക്കുന്നു. ഇറങ്ങിയ സെക്ടർ IT. എന്തുകൊണ്ട് IT ഇറങ്ങിയെന്ന് നോക്കിയാൽ ഏതോ ട്രംപ് സാങ്ഷൻ ഇട്ട് നമ്മളെ കോൾ സെൻ്ററൊക്കെ ഗാലി ചെയ്ത് നമ്മൾ IT സർവീസസിനെ അഫക്റ്റ് ചെയ്യുമെന്ന് ഒരു റൂമർ വന്നായിരുന്നു. അതേസമയം ട്രംപ് ഭാഗവതർ എന്ത് പറഞ്ഞു എന്ന് വെച്ചാൽ ഇന്ത്യ ഈസ് മൈ ഫ്രണ്ട് എന്ന് പറയുന്നു. ഇന്ത്യൻ ഗവൺമെൻറ് എന്ത് പറയണമെന്ന് വെച്ചാൽ ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. 9 അകത്ത് സംസാരിക്കുന്ന ഈ ഡിസ്കഷൻ തീരും എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് കാരണം ഞാൻ എന്ത് വിചാരിക്കുന്നു വെച്ചാൽ ഈ വലിയ കമ്പനിക്കൊന്നും ആകത്തില്ല എന്നാണ്. അതേസമയം ഫാർമയിൽ ഇന്ന് ഒരുപാട് ഡെവലപ്മെൻ്റ് ഉണ്ട്. ഇതിലത്തെ ഫാർമ ഡെവലപ്മെൻറ്റ് എന്തെന്ന് വെച്ചാൽ ഈ യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ ലേഡീസിനെ ഇത് ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അതിന് വേണ്ടിയിട്ട് സിപ്ല ഒരു ആൻറ്റിബയോട്ടിക് ഇല്ലാതെ ഒരു മരുന്ന് കണ്ടുപിടിച്ചിരിക്കുന്നതായിട്ടാണ് ന്യൂസ് വന്നിരിക്കുന്നു. ഈ സമയം ഡോക്ടർ റെഡ്ഡിയും ഇന്ത്യയുടെ കമ്പനിക്കും അമേരിക്കൻ US FDA വന്നിരിക്കുന്ന വാണിംഗ്. അത് വെറും ഒബ്സർവേഷൻ തന്നെ, വിഷമിക്കേണ്ടത് ഒരു കാര്യവുമില്ല. സൺ ഫാർമയും ലൂപ്പിനും ഇന്ത്യക്കാർ സൂചി ഇടത്തില്ല. ഇത് കാരണം നിങ്ങൾ മരുന്നായിട്ട്, അതായത് ഓറൽ പില്ലായിട്ട് റെഡി ചെയ്തിരിക്കുന്നു. കാരണം ഓറൽ പില്ലിനെ വന്ന് ജനങ്ങൾ കഴിക്കുമെന്ന്. ഇത് കാരണം ഈ ഓറൽ പിൽ വലിയായിട്ട് ആൻറ്റി ഒബിസിറ്റി ഡ്രഗ് കൊടുക്കാൻ പോണതായിട്ട് ഒരു ന്യൂസ് വന്നിരിക്കുന്നു. ഒരു സൈഡ് നടക്കുമ്പോൾ OU എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കിത് ഫ്രോഡെന്ന് മനസ്സിലാവും. കൊടുത്താലും ഒന്നും നടക്കത്തില്ലെന്ന് അറിയാം. ഇത് കാരണം പെട്ടെന്ന് പേരിനെ മാറ്റി പ്രിസം എന്ന് പറഞ്ഞു വെച്ച് IPO ഇടാൻ പോകുന്നു. നിങ്ങൾ അതിൽ പറ്റിപ്പോയെങ്കിൽ നിങ്ങളെ തലയിൽ തൊപ്പി വയ്ക്കും. ഇപ്പോൾ LG എന്ത് പറയണമെന്ന് വെച്ചാൽ ഇന്ത്യ ഫുള്ളായിട്ട് മാർക്കറ്റ് ക്യാപ്പ് 40 മില്യൺ, മാത്രം 22 ബില്യൺ. മറ്റെന്തിനടിക്കണം, LGക്ക് മാർക്കറ്റ് ക്യാപ്പേ ഇല്ല. ഇന്ത്യയിൽ എല്ലാ റീറ്റെയിലും കാശ് കൊട്ടുന്നു. നിങ്ങളടുത്ത് കാശ് ഒരുപാടുണ്ട്. ഇത് കാരണം LGനെ ഒരു IPO ഇട്ട് ഒക്ടോബറിൽ കാശ് എടുക്കാൻ പോകുന്നു. ഞങ്ങൾ വെളിയിൽ എടുത്തുകൊണ്ട് പോകുന്നു. അണ്ണൻ മൽഹോത്ര കൂടെ ഉണ്ട്. മൽഹോത്ര കൂടെ എല്ലാം ഫ്രീ ആയിട്ട് എടുത്ത് വിട്ടുകൊണ്ടേയിരിക്കുന്നു. മൽഹോത്രയുടെ കാശ് ഞങ്ങൾ വാങ്ങിക്കൊണ്ട് ഡോളറായിട്ട് മാറ്റി കാശിനെ എടുക്കും. ഇന്ത്യയിൽ ഇൻവെസ്റ്റ് ചെയ്ത കാശിനെ എടുക്കാൻ പോകുന്നു. ഹുണ്ടയും ഇതുപോലെ തന്നെ എടുത്തു. അതിൻ്റെ ശേഷം മാർക്കറ്റൊക്കെ വീക്കായിരിക്കുന്നു. ഇതിക്ക് കാറൊക്കെ ചെയ്യാൻ പറ്റത്തില്ല. ഇവിടെ ഞങ്ങൾ എക്സ്പോർട്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞ് ടാറ്റ പറഞ്ഞായിരുന്നു. അതുപോലെ തന്നെ ഹോണ്ട ചെയ്ത LG ഫോളോ ചെയ്യണം. LG ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നു. കാരണം LGയുടെ പബ്ലിക് ഇഷ്യൂ വരും. നിങ്ങൾ വെൽ ലെഫ്റ്റ് എന്ന് വിട്ടെങ്കിൽ നിങ്ങൾക്കും എല്ലാവർക്കും നല്ലതാണ്. കാരണം ജിയും വെൽ ലെഫ്റ്റ് വിടുന്നതാണ് കൊള്ളാം. കാരണം സ്പേസ് ജെറ്റ് പോയ കോടാണ് 250 കോടി ലോസ്. പക്ഷേ നമ്മളെ ഗവൺമെൻറ്റിനും ആ പ്രൊമോട്ടേഴ്സിനും ഒരു ക്ലോസ് റിലേഷൻ ഇരിക്കുന്ന കാരണം അവർക്കൊന്നും ആകത്തില്ല. അവരെ പാട്ടിന് അത് ഓടിക്കൊണ്ടേയിരിക്കും. അതേസമയം ബ്രിട്ടാനിയ എന്ത് പറയണമെന്ന് വെച്ചാൽ ഇപ്പോൾ ഈ സമയം മാത്രം അർബൻ സെയിൽസ് തന്നെ ഒരുപാടിരിക്കുന്നു. ഈ വരണകാലങ്ങളിൽ റൂറൽ സെയിൽസും ഞങ്ങൾക്ക് പിക്കപ്പ് ആവും. കാരണം അവർ പറഞ്ഞിരിക്കുന്നത് റൂറൽ സെയിൽസ് വിൽ റെപ്രസെൻറ്റ് 50% ഓഫ് അവർ ടോട്ടൽ സെയിൽസ്. 50-50. ബ്രിട്ടാനിയ 50-50 പോലെ ആദ്യ സെയിൽസ് അവിടെ, പാതി സെയിൽസ് ഇവിടെ, അങ്ങനെയെന്ന് പറഞ്ഞു. അപ്പോൾ ബ്രിട്ടാനിയ വന്നിട്ട് ഡിസ്ട്രിബ്യൂഷനിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പോകുന്നു. അങ്ങനെയെന്ന് നമ്മൾ എടുക്കാം. അപ്പോൾ ഓവറോളായിട്ട് മാർക്കറ്റ് ഇങ്ങനെ തന്നെ വീക്ക് പൊസിഷനിൽ തന്നെ ഇരിക്കും. അമേരിക്കനെ വിശ്വസിച്ച് തന്നെ മാർക്കറ്റ് ഇരിക്കുന്നു. ഇതുവരയ്ക്കും പാവം ഒരുപാട് ഗുഡ് ന്യൂസ് ഗവൺമെൻറ് കൊടുത്ത് ഇതൊക്കെ കിടപ്പിലായി. ലാസ്റ്റായിട്ട് CG പവർ എന്ന് പറഞ്ഞു വന്നിരിക്കുന്നു. അവരൊന്ന് സനാന്തൽ തമിഴ്നാട് കമ്പനി മുരുഹപ്പ ഗ്രൂപ്പ് അവർ കഷ്ടപ്പെട്ട് പോയി ഗുജറാത്തിൽ ഫാക്ടറി ഇട്ടതിൻ്റെ ശേഷം ഇപ്പോൾ വന്നിട്ട് ഈ ഐസ് ഇങ്ങനെ പാക്കേജിങ് ചെയ്യാൻ വേണ്ടിയിട്ട് ഗ്ലോബൽ കമ്പനീസിൻ്റെ അടുത്ത് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. നിങ്ങൾക്ക് വേണമെങ്കിൽ ഞങ്ങൾ IC പാക്കേജ് ചെയ്യുന്നുവെന്ന്. സോ അത് അടുത്ത സ്റ്റേജ്. ടാറ്റാസും അതേ സ്റ്റേജിൽ തന്നെ ഇരിക്കുന്നു. അപ്പോൾ ഇത് രണ്ടും ഡെഫിനറ്റായിട്ട് കാശുള്ള പാർട്ടിയാണ്. ഒരു 2 പേര് ആദ്യത്തെ ICC ഇന്ത്യയിൽ
വാങ്ങുമെന്ന് നമ്മൾ വിശ്വസിക്കുന്നു. മാർക്കറ്റ് വീക്കായിരിക്കുന്നു. നമ്മുടെ പട്ടാസ് ലിസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ITCയും വീക്കായിട്ടിരിക്കുന്നു. ഇത് കാരണം കുറച്ചായിട്ട് കൺസിഡർ ചെയ്യാം. ആരൊക്കെ വെളിനാട്ടിൽ അക്കൗണ്ട് വച്ചിരിക്കുന്നു, നെസ്ലെയെക്കുറിച്ച് ഫുള്ളായിട്ട് വായിക്ക്. ഞാൻ സിംഗപ്പൂരിൽ ഇരിക്കുന്ന കാരണം നെസ്ലെയെക്കുറിച്ച് വായിക്കാൻ പറ്റിയില്ല. ബാലൻസ് ഷീറ്റിനെ ഫുള്ളായിട്ട് പഠിച്ച് കറക്റ്റ് വാല്യുവേഷൻ നോക്കി കൺസിഡർ ചെയ്യും. പക്ഷേ ആൽമോസ്റ്റ് 50% ഫാൾ എന്ന് വെച്ചോ. അറ്റ്ലീസ്റ്റ് 40% ഡെഫിനറ്റ് ഫാൾ. 126.72 എന്നത് ഇന്നും ഒരു $10 വീഴുന്നെങ്കിൽ 50% ഫാൾ. $10 വീഴുമെന്ന് തോന്നുന്നില്ല, വീഴത്തില്ല. ഇതേ നല്ല റേറ്റ് തന്നെ ഇറങ്ങുന്ന സമയം കൺസിഡർ ചെയ്യാം. നന്ദി, നമസ്കാരം.